PCOS എന്നത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. സ്ത്രീകളിൽ എല്ലാ മാസവും ഓവറിയിൽ നിന്നും ഒരു ഓവം മെച്ചർ ആവുകയും ഇത് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് മെൻസ്ട്രൽ സൈക്കിളിന്റെ 3rd ഫേസിലാണ് സംഭവിക്കുന്നത്. എന്നാൽ ഹോർമോണൽ ഇംബാലൻസ് കാരണം ഓവം പ്രോപ്പറായി മെച്ചർ ആകാതെ വരികയും ഇത് ഓവറിയിൽ മൾട്ടിപ്പിൾ ഇമ്മച്ചുർ ഫോളിക്കിൾസ് ആയി റിമെയിൻ ചെയ്യുകയും ചെയ്യും. നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കുമ്പോൾ സ്ട്രിംഗ് ഓഫ് പേൾ അപ്പിയറൻസ് എന്നാണ് സാധാരണയായി ഇതിനെ പറയാറുള്ളത്. പ്രധാനമായും PCOSൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇറഗുലർ പീരീഡ്സ്, ഈസി വെയിറ്റ് ഗെയിൻ, അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്, ഹെർസ്യൂട്ടിസം അഥവാ മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്ത് ഇൻ ഫേസ് ആൻഡ് ബോഡി, ഏക്നെ, fall or hair thinning, difficulty in conceiving, mood swings or irritability. പ്രോപ്പർ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് വഴി നമുക്ക് PCOSനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ആഹാരത്തിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക, ധാരാളമായി വെള്ളം കുടിക്കുക, ഷുഗർ ഓർ റിഫൈൻഡ് കാർബിന്റെ അളവ് പരമാവധി കുറയ്ക്കുക, അതുപോലെ തന്നെ ജങ്ക് ആൻഡ് പ്രോസസ്ഡ് ഫുഡ് അവോയ്ഡ് ചെയ്യുക. സ്റ്റൈൽ ചേഞ്ചസിൽ ഡെയിലി എക്സസൈസ് നിർബന്ധമാക്കുക, സെഡന്ററി ലൈഫ് സ്റ്റൈൽ അവോയ്ഡ് ചെയ്യുക, ഉറക്കം 7 to 8 മണിക്കൂർ നിർബന്ധമാക്കുക. അതിനൊപ്പം തന്നെ സ്ട്രെസ് മാനേജ്മെന്റിന് യോഗയോ മെഡിറ്റേഷനോ ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഹോമിയോപ്പതിയിൽ ഓരോ പേഷ്യൻസിനും അവരുടെ സിംറ്റംസ്, ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ, മെന്റൽ ആൻഡ് ഫിസിക്കൽ ഫാക്ടേഴ്സ് എന്നിവ കൺസിഡർ ചെയ്ത് ഇൻഡിവിജ്വലൈസ്ഡ് മെഡിസിൻസ് ആയിരിക്കും നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഇഫക്റ്റീവായി PCOSനെ മാനേജ് ചെയ്യാൻ കഴിയും.